ഹലോ. അപ്പോൾ ദാ ഇന്നും ഒരു കേക്ക് ഡെക്കറേറ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ടേ. ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ നമുക്ക് ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡെക്കറേറ്റിംഗ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമെന്ന്. അപ്പം ആ കേക്കാണ് കേട്ടോ ഇത്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഒരു കേക്കായിരുന്നു. നമുക്ക് സ്ക്വയർ കേക്കാണ് എനിക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പാട് വരുന്നത്. കാര്യം ആ സ്ക്വയർ കേക്കിൽ നമുക്ക് ഷാർപ്പ് എഡ്ജ് വരുത്തിയെടുക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. ചിലർക്കൊന്നും പ്രശ്നം കാണില്ല, പക്ഷേ ചില ഹോം ബേക്കേഴ്സിന് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു കാര്യം ഇതായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ടെൻഷനാട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് ഫൈനലി നല്ലപോലെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ചെയ്ത് തുടങ്ങുന്നത് തന്നെ. മിക്ക കസ്റ്റമേഴ്സിനും ഒരു ഡൗട്ട് ഉണ്ടാവും. നമുക്കിപ്പോൾ കേക്കൊക്കെ ഓർഡർ ചെയ്യുന്ന ടൈമിൽ അത് കൂടുതൽ ആൾക്കാർക്ക് കട്ട് ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിലെ കേക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എത്ര കിലോ എടുത്താൽ പറ്റും, അല്ലെങ്കിൽ അത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും എന്നൊക്കെ പല പല സംശയങ്ങളുണ്ടാവും. എൻ്റെ കസ്റ്റമേഴ്സ് മിക്കവരും എന്നോട് അങ്ങനെ ചോദിക്കലുണ്ട്. നമുക്കിപ്പം 1 കിലോൻ്റെ ഒരു കേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്ര പേർക്ക് നമുക്ക് പറ്റും കൊടുക്കാനായിട്ട്. ഞാനപ്പോൾ അങ്ങനെ വരുന്ന അവസരങ്ങളിൽ കൂടുതലും, അതായത് കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുന്നത് ഇപ്പം 1 കിലോൻ്റെ കേക്കാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അത്യാവശ്യം തന്നെ പരത്തി 2 ലെയറിൽ ചെയ്ത് കൊടുക്കാമെന്ന് പറയും. അപ്പം അങ്ങനെ തന്നെ 2 കിലോയിൽ ഞാൻ പരത്തി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.